ഹായ് ഹലോ എല്ലാവർക്കും PSC എസ്പിരിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായിട്ട് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് കിടക്കാം. സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം മഹത്തായ വിചാരണ നടക്കുന്നത് 1922 മാർച്ച് 18-നാണ്. അന്നത്തെ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ്. ഈ ഭാഗം ഗാന്ധിജിക്ക് നേരെ ഒരു കേസിൽ ബ്രൂംഫീൽഡിന് വിധി പറയേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അന്ന് ആൾക്ക് ഈ വിധി പറയാനുള്ളത് ഏറ്റവും പ്രയാസകരമായ കാര്യമായിട്ടാണ് ആൾക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഗാന്ധിജിക്ക് 6 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിക്കുന്നത്. അതോടുകൂടിയിട്ട് ബ്രൂംഫീൽഡ് പറഞ്ഞു, ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന ആരും ഉണ്ടാകില്ല എന്നും. അപ്പോൾ ഇത് ലൂയിസ് ഫിഷർ എഴുതിയിട്ടുള്ള ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ബുക്കിലത്തെ ഏതാനും വരികളാണ്. ഇതിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നീതിപൂർവമായ വിധി പറയാൻ പ്രയാസകരമെന്ന് ജഡ്ജി വിശേഷിപ്പിച്ച കേസിലെ വ്യത്യസ്തനും രാജ്യസ്നേഹിയുമായ പ്രതി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് അദ്ദേഹം. പിന്നെ 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണമൊക്കെ മുൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളതാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായതോട് കൂടിയിട്ട് കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ സമരങ്ങളിൽ സജീവമായി. ആരൊക്കെയായിരുന്നു? കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനും അവരിൽ ഒരാളാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. എത്ര നാളാണ് ഗാന്ധിജി ഉണ്ടായിരുന്നത്? 20 വർഷക്കാലം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തിയത്. ആരുടെ നിയമസഹായി? ദാദാ അബ്ദുള്ള ജാവേരി. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്ത വർഗ്ഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നയിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ അന്ന് ആ സമയത്തൊക്കെ ഏഷ്യക്കാർക്കും കറുത്ത വർഗ്ഗക്കാർക്കും എതിരെ വംശീയ വിവേചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സമരം നയിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ തൻ്റെ സത്യാഗ്രഹ സമരരീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി എന്നാണ്. 1915 ജനുവരി 9-നാണ് അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചു വരുന്നത്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നൊക്കെ ചോദിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. 20 വർഷം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ദാദാ അബ്ദുള്ള ജാവേരിയുടെ നിയമസഹായിയായിട്ടാണ് പോയത്. ആ സമയത്ത് ദക്ഷിണാഫ്രിക്കയിൽ ഏഷ്യക്കാരും കറുത്ത വർഗ്ഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി പോരാടിയിട്ടുണ്ട്. 1915-നാണ് അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. 1915 ജനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. ചമ്പാരൻ മുതൽ ഗേദ വരെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി. എന്നാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്? 1915 ജനുവരി 9-ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിൽ. ഫസ്റ്റ് തന്നെ വന്നിട്ട് പ്രാദേശിക സമരങ്ങളിലാണ് ശ്രദ്ധ പതിപ്പിച്ചത്. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. എന്നാണ് 1917 ബീഹാർ, ചമ്പാരൻ ജില്ല, നീലം കർഷകരുടെ പ്രശ്നം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1917 ഫസ്റ്റ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ് 1917 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹം. അത് കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഇടപെട്ടത്. നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ. ചമ്പാരൻ സ്വദേശിയായ രാജകുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പോൾ ആരുടെ പ്രേരണയിൽ? രാജകുമാർ ശുക്ല.
നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. ഗാന്ധിജിയും കൂടെ അംഗമായിട്ടുള്ള ഒരു കമ്മീഷൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് പ്രാദേശിക സമരങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചു. 1917 നടന്നിട്ടുള്ള ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് 17 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ്. നീലം കർഷകരുടെ പ്രശ്നങ്ങളിലാണ് ഇടപെട്ടത്. ഇത് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ പതിപ്പിച്ചത് രാജകുമാർ ശുക്ലയായിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടം ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൽ ഗാന്ധിജിയെ കൂടെ അംഗമാക്കി. എന്നിട്ട് കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആയിരുന്നു കമ്മിറ്റി നിയമിച്ചത്. പിന്നെ അതോടുകൂടിയിട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. പിന്നെ 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമില്ല് തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമില്ല് തൊഴിലാളികളുടെ സമരം. തുണിമില്ല് തൊഴിലാളികളായിരുന്നു മറ്റത്. 1917 കർഷകരും 1918 തൊഴിലാളികളും. ഗാന്ധിജി പങ്കാളിയെ വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ സമരം 1917 ചമ്പാരൻ, പിന്നെ 1918 അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള സത്യാഗ്രഹം. 1918 ഗുജറാത്ത് അഹമ്മദാബാദിൽ തുണിമില്ല് തൊഴിലാളികളുടെ വേതന വർധനവ് ആവശ്യപ്പെട്ട് നടന്നിട്ടുള്ള സത്യാഗ്രഹം. അടുത്ത സമരമാണ് 1918 ഗുജറാത്തിലെ തന്നെ ഗേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 1917 ചമ്പാരൻ, ബീഹാറിലെ ചമ്പാരനിൽ കർഷകർക്ക് വേണ്ടിയിട്ട്, നീലം കർഷകർക്ക് വേണ്ടിയിട്ട്. പിന്നീട് 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമില്ല് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ വീണ്ടും 1918 തന്നെ ഗുജറാത്തിലെ ഗുജറാത്ത് കർഷകർക്ക് വേണ്ടിയിട്ട് നടത്തി. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഗേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാനായിട്ട് സർക്കാർ തയ്യാറായി. ഈ 3 സമരങ്ങളിലൂടെ ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിൻ്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമരരീതിയും ഈ സമരങ്ങളിലൂടെ ഇന്ത്യക്കാർ പരിചയപ്പെട്ടു. ഇനി അടുത്ത ഈ ബോക്സ് നമുക്കൊന്ന് പൂർത്തിയാക്കാൻ നോക്കാം. ചമ്പാരൻ എന്ന് നടന്നത് 1917. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാർ. അതെന്തിനായിരുന്നു? നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു ചമ്പാരനിൽ സത്യാഗ്രഹം നടന്നത്. പിന്നെ 1918 അത് നടന്നത് അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്നു. തുണിമില്ല് തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തതും 1918 ഗുജറാത്തിലെ ഗേദയിൽ വിളനാശം സംഭവിച്ച കർഷകർക്ക് നികുതി ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത്. ഇനി ഒന്നാം ലോകയുദ്ധവും ഇന്ത്യയും. 1914 മുതൽ 18 വരെയായിരുന്നു ഒന്നാം ലോകയുദ്ധം നടന്നത്. 14 മുതൽ 18 വരെ. ഒന്നാം ലോകയുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേലെ അധിക നികുതി, യുദ്ധം ഇതായതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേലെ അധികം നികുതി ചുമത്തി സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേര് ക്ഷാമം മൂലം മരണപ്പെട്ടു. അപ്പം അധികം നികുതി, ഭക്ഷ്യക്ഷാമം, പിന്നെ ക്ഷാമം മൂലം കുറേ പേര് മരിച്ചു. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. ഇങ്ങനെ 1915 ഇന്ത്യയിലേക്ക് വരുന്നു. 1917 ആദ്യത്തെ സമരം, പിന്നെ 18 അടുത്തത്, പിന്നെ 18 തന്നെ അടുത്ത സമരവും നടത്തുന്നു. അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടം. ഒന്നാം ലോകയുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ ഭാഗമായി 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടം നടപ്പിലാക്കിയ ഒരു നിയമമാണ് റൗലറ്റ് നിയമം. 1919 നിയമപ്രകാരം വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യുകയും വിചാരണ കൂടാതെ ജയിലിലടയ്ക്കുകയും.
പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6-ന് ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ പ്രചാരണത്തിനായി സത്യാഗ്രഹ സഭ രൂപീകരിച്ചു. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. എന്താണ് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച? ദേശീയ ഹർത്താലിനെ വിശേഷിപ്പിച്ചു. 1919 ഏപ്രിൽ 6-നാണ് ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഒരു സത്യാഗ്രഹ സഭ രൂപീകരിച്ചു. അതൊക്കെ എന്തിനാണ്? 19-ലെ റൗലറ്റ് നിയമത്തിനെതിരായിട്ട്. റൗലറ്റ് നിയമത്തിൻ്റെ വ്യവസ്ഥകൾ എന്തായിരുന്നു? വാറൻ്റ് ഇല്ലാണ്ട് ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. എവിടേക്കായിരുന്നു? പഞ്ചാബും ലാഹോറും റൗലറ്റ് നിയമത്തിനെതിരെ വളരെ ശക്തമായിട്ട് സമരം നടന്നിരുന്നു. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. പഞ്ചാബിലെ നേതാക്കളായിട്ടുള്ള സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ചിലുവിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അമൃത്സറിൽ പട്ടാള നിയമവും. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 എന്നായിരുന്നു? 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്കു നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തി. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിന് ഉണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവയ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവയ്പിൽ സർക്കാർ രേഖ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമമാണ് 1919-ലെ റൗലറ്റ് ആക്ട്. അത് പ്രകാരം വാറൻ്റ് ഇല്ലാണ്ട് ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. ഇതിനെതിരായിട്ട് 1919 ഏപ്രിൽ 6-ന് ഗാന്ധിജി ഒരു ദേശീയ ഹർത്താൽ ആഹ്വാനം ചെയ്തു. ഹർത്താലിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഒരു സത്യാഗ്രഹ സഭ സ്ഥാപിച്ചു. ഈ ഹർത്താലിൽ കുറേ ആൾക്കാർ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഗാന്ധിജി ഹർത്താലിനെ വിശേഷിപ്പിച്ചത്. പഞ്ചാബ്, ലാഹോറിലൊക്കെ ആയിരുന്നു റൗലറ്റ് നിയമം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചിരുന്നത്. പഞ്ചാബിലെ നേതാക്കളായിരുന്നു ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചിലും. അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. ഈ സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ചിലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻവാലാബാഗ് മൈതാനത്തിൽ കൂടിയിരുന്ന ആൾക്കാർക്ക് നേരെ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം വെടിവയ്പ് നടന്നു. അങ്ങനെ 379 പേര് അതിൽ കൊല്ലപ്പെട്ടു. 1000-ലധികം പേർ പരിക്കേറ്റു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13-ന്. 1919 ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഈ ചിത്രം കണ്ടോ? ജാലിയൻ വാലാബാഗിലെ വെടിവയ്പ്പിൻ്റെ ഫലമായി ചുമരുകളിലുണ്ടായ ദ്വാരങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കണ്ടോ? എന്തോരം ദ്വാരങ്ങളാണ്. ഇനി അടുത്തതാണ് ഹണ്ടർ കമ്മീഷൻ. അത് ലൂയിസ് ഫിഷറിൻ്റെ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വരികളാണ്. ജാലിയൻവാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ചതായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ജാലിയൻവാലാബാഗിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ചിട്ടുള്ളതായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷന് മുമ്പാകെ ഹാജരായിട്ടുള്ള ജനറൽ ഡയറിനോട് കമ്മീഷൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ചോദ്യം: ജനം കൂടുതൽ നിൽക്കുന്ന സ്ഥലം നോക്കി നിങ്ങൾ വെടിവയ്പ്പിൻ്റെ ദിശ മാറ്റിക്കൊണ്ടിരുന്നു. ശരിയാണെന്ന് പറഞ്ഞു. പ്രവേശന കവാടം വലുതും കവചിത വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതുമായിരുന്നെങ്കിൽ നിങ്ങൾ അവ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ആകാം എന്നാണ് പറഞ്ഞത്. കമ്മീഷന് മുമ്പാകെ ഡയറി ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി: എല്ലാവരെയും വധിക്കാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ ലൂയിസ് ഫിഷറിൻ്റെ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ബുക്കിൽ ഹണ്ടർ കമ്മീഷൻ, ജാലിയൻവാലാബാഗിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ.
ഇനി ബഹുജന സമരത്തിലേക്ക്. റവലറ്റ് നിയമത്തിന് എതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും നഗരമേഖലകളിലായിരുന്നു ശക്തിയാർജിച്ചത്. അപ്പോൾ റവലറ്റ് നിയമം 1919 വന്നേ. ആരെയും വാറണ്ടില്ലാണ്ട് അറസ്റ്റ് ചെയ്യാം, ആരെയും വിചാരണ കൂടാണ്ട് തടവിലടയ്ക്കാം. ഇതൊക്കെയായിരുന്നു നിയമത്തിലെ വ്യവസ്ഥകൾ. അതിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഈ ഹർത്താലിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഒരു സത്യാഗ്രഹ സഭ സ്ഥാപിച്ചു. പിന്നെന്താണ്, കൂടുതൽ ജനങ്ങൾ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ദേശീയ ഹർത്താലിനെ വിശേഷിപ്പിച്ചത്. പിന്നെ പഞ്ചാബിലെ നേതാക്കളായിട്ടുള്ള സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചിലുവിനെയും അറസ്റ്റ് ചെയ്തു. അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻവാലാ ബാഗ് മൈതാനത്ത് കൂടിച്ചേർന്നു. 1919 ഏപ്രിൽ 13 അവിടെ കൂടിയിട്ടുള്ള ജനങ്ങളുടെ നേരെ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം വെടിവയ്പ് നടന്നു. അതിനാണ് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. 1919 ഏപ്രിൽ 13. ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാമെന്ന കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇനി റവലറ്റ് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും നഗരമേഖലകളിലായിരുന്നു ശക്തിയാർജിച്ചത്. ഗ്രാമീണ മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. നഗരമേഖലകളിലായിരുന്നു ശക്തിയാർജിച്ച്, ഗ്രാമീണ മേഖലയിലേക്കും വ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു. ഇത് പ്രായോഗികമാകാൻ വേണ്ടിയിട്ട് ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജിക്ക് മനസ്സിലാക്കി. ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണം. ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഇനി എന്താണ് ഖിലാഫത്ത്? ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. ആരാണ് ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായിട്ട് സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതാക്കി. തുർക്കിയുടെ ഭരണാധികാരിയായിരുന്നു, ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവായിരുന്നു. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഇതിനായിരുന്നു ഖിലാഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക. അതിനു വേണ്ടിയിട്ടായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഖിലാഫത്ത് ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു സെവ്രസ് ഉടമ്പടി. ഖിലാഫയുടെ അധികാരം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. നിസ്സഹകരണത്തിലൂടെ ഒരു പോരാട്ടം. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായൊരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. ആരുടെ? ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ. ഈ നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക. ബ്രിട്ടീഷ് ഭരണകൂടം കുറച്ച് പദവികളൊക്കെ നൽകിയിട്ടുണ്ടാവും, അത് തിരിച്ചു നൽകുക. സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക. അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ വന്നിട്ടുള്ളതാണ് നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിൻ്റെ രീതികളാണ്: ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയിട്ടുള്ള പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗം രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക. സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക. ഖാദി പ്രചരിപ്പിക്കുക. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. അതൊക്കെ ഈ നിസ്സഹകരണ സമരകാലത്തെ പരിപാടികളായിരുന്നു. സാമുദായിക സൗഹാർദ്ദം, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. അതെല്ലാം നിസ്സഹകരണ സമരത്തിൻ്റെ സന്ദേശമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ
ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിൽ കാണുകയും ചെയ്തു. ആരൊക്കെയായിരുന്നു? ഗാന്ധിജിയും അലി സഹോദരൻ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി ജനങ്ങളെ കണ്ടു. ഈ സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേതു കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി സഹായകമായി. ഗ്രാമ നഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഈ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഹിന്ദ് സ്വരാജ് നോക്കാനുണ്ട്. ഹിന്ദ് സ്വരാജ് ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചു. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയംഭരണം. ഹിന്ദ് സ്വരാജ് എന്നുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയംഭരണമാണ്. 1909 പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്ത്യക്കാരുടെ സഹകരണം കാരണമാണ് ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാർ നിസ്സഹകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കും എന്നൊക്കെയാണ് ഹിന്ദു സ്വരാജിൽ പറയുന്നത്. ഇന്ത്യയുടെ സ്വയംഭരണം എന്നാണ് ഹിന്ദു സ്വരാജ് കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ഇനി നിസ്സഹകരണ സമരത്തിൽ വിവിധ ജനങ്ങൾ എങ്ങനെയാണ് പങ്കെടുത്തതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് സ്ത്രീകൾ. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കുക തുടങ്ങിയ സമരരീതികൾ സ്ത്രീകൾ പങ്കാളികളായി. വിദേശ വസ്തുക്കൾ ബഹിഷ്കരണം, ആ വസ്തുക്കൾ ശേഖരിച്ചിട്ട് അത് കത്തിക്കുക, അതൊക്കെയായിരുന്നു സ്ത്രീകളുടെ മെയിനായിട്ടുള്ള സമരരീതി. പിന്നെ തൊഴിലാളികൾ. നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം, കർണാട്ടിക് തുണിമില്ല് തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു മദ്രാസിലെ ബക്കിംഗ്ഹാം, കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ അവരൊക്കെ പണിമുടക്കിയിട്ടാണ് സഹകരിച്ചത്. സ്ത്രീകൾ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, അത് കത്തിക്കുക. തൊഴിലാളികൾ പണിമുടക്കിയിട്ട് സമരത്തിനോട് സഹകരിച്ചു. ഇനി വിദ്യാർത്ഥികൾ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പോൾ നിസ്സഹകരണ സമരകാലത്ത് സ്ഥാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്തിലെ ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നിവ നിസ്സഹകരണ സമരകാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനം. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സ്കൂളും കോളേജൊക്കെ ബഹിഷ്കരിച്ചിട്ട് ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ഇനി ഗോത്ര ജനത. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്രജനത സമരത്തിൽ. വന നിയമങ്ങൾ ലംഘിക്കുകയാണ് ഗോത്രജനത ചെയ്തത്. വനവിഭവങ്ങൾ ശേഖരിക്കാനായിട്ട് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? വന നിയമങ്ങൾ ലംഘിച്ചു. സ്ത്രീകൾ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു, അത് കത്തിച്ചു. തൊഴിലാളികൾ പണിമുടക്കിയിട്ട് സമരത്തിൽ പങ്കുചേർന്നു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷുകാരുടെ സ്കൂളും കോളേജും ഒക്കെ ബഹിഷ്കരിച്ചിട്ട് ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്നു. അന്ന് വന്നിട്ടുള്ള ദേശീയ വിദ്യാലയങ്ങൾ ബനാറസ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഗോത്രജനത ബ്രിട്ടീഷുകാർ കുറേ വന നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ലംഘിച്ചിട്ട് സമരത്തിൽ പങ്കുചേർന്നു. ഇനിയാണ് കർഷകർ. ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ച് ഇക്കാലത്ത്. അപ്പോൾ അവധ് കിസാൻ സഭ അത് രൂപീകരിച്ചത് ജവഹർലാൽ നെഹ്റു. അത് പുതിയതാണ്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ചിട്ടുള്ളതാണ് അവധ് കിസാൻ സഭ നിസ്സഹകരണ കാലത്ത്. ബംഗാളിലെ കാർഷിക മേഖലയിലെ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ബംഗാളിലെ ചണം കൃഷി ബഹിഷ്കരണം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം. അപ്പോൾ കർഷകർ, സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗോത്രജനത, കർഷകർ പങ്കെടുത്തു. കർഷകർക്ക് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു അവധ് കിസാൻ സഭ രൂപീകരിച്ചു. പിന്നെ ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്തിട്ടായിരുന്നു കർഷകർ സമരത്തിൽ പങ്കെടുത്തത്.
ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങളാണ് ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക. ചണത്തിൻ്റെ ഉൽപ്പാദനം കുറച്ചത്, ചണത്തിൻ്റെ ലഭ്യത ഇല്ലാണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ ചണമില്ല് പൂട്ടിക്കുക. നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക. പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. അപ്പോൾ ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്തത്, ബ്രിട്ടീഷുകാരുടെ ചണമില്ല് പൂട്ടിക്കുക. പിന്നെ ഭക്ഷ്യക്ഷാമം ഇല്ലാണ്ടാക്കാൻ വേണ്ടി നെൽകൃഷി, പിന്നെ പരുത്തി കൃഷിയാണെങ്കിൽ പരുത്തി കൃഷി വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. നിസ്സഹകരണം നടക്കുമ്പോൾ തന്നെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ പ്രശ്നങ്ങളുണ്ടായി. പോലീസും സമരക്കാരും തമ്മിലായിരുന്നു. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീവെച്ചു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ 1922 ഫെബ്രുവരി 5 നടന്നു ഉത്തർപ്രദേശിലെ ചൗരി ചൗര. പോലീസുകാരും ജനങ്ങളും തമ്മിലായിരുന്നു കൂട്ടിമുട്ടിയത്. ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീ കൊളുത്തി. അങ്ങനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിച്ചു. ഏത് സമരം? നിസ്സഹകരണ സമരം പിൻവലിച്ചു. ഈ തീരുമാനം മറ്റു നേതാക്കളെ അമ്പരപ്പിച്ചു. ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി. സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. ദേശീയ ദുരന്തം എന്ന് നിസ്സഹകരണ സമരത്തിന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. എന്നിട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. വിചാരണയ്ക്കും തടവ ശിക്ഷയ്ക്കൊക്കെ വിധിച്ചു. ഈ വിചാരണയാണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ച മഹത്തായ വിചാരണ. എന്നാണ് നടന്നിട്ടുള്ളത്? 1922 മാർച്ച് 18 CN ബ്രൂംഫീൽഡ് ആയിരുന്നു അന്നത്തെ ജഡ്ജി. അപ്പോൾ ചൗരി ചൗര നടന്നിട്ടുള്ളത് 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര സ്ഥിതി ചെയ്യുന്നത്. ചൗരി ചൗര കാരണം ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു. അതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഇനി ചിരാല പെരാല. എന്താണ് ചിരാല പെരാല? അപ്പോൾ നോക്കാം. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. ഒരു നഗരത്തിൻ്റെ പേരാണ്. ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ നഗരം ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താനായിട്ട് ഗവൺമെൻറ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ, മുനിസിപ്പൽ കോർപ്പറേഷനാക്കി കഴിഞ്ഞാൽ നികുതി ഭാരം കൂടും. അപ്പോൾ ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തി നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് സുമിത് സർക്കാരിൻ്റെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ചിരാല പെരാല എന്ന് പറയുന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ നഗരമാണ്. അവിടെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് നീക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നികുതി ഭാരം വർദ്ധിക്കും എന്ന് കണ്ടിട്ട് ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ നികുതി നിഷേധ സമരം നടത്തി. അത്രയല്ലോ അവിടെ പറയണത്. ഇനി പോരാട്ടം നിയമനിർമ്മാണ സഭകളിൽ. നിസ്സഹകരണ സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിച്ചിട്ട് നിസ്സഹകരണ സമര രീതി. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു CR ദാസും മോത്തിലാൽ നെഹ്റുവും തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. അപ്പം നിയമനിർമ്മാണ സഭ ബഹിഷ്കരിക്കുന്നതിന് വിയോജിപ്പുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു CR ദാസും മോത്തിലാൽ നെഹ്റുവും. അവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് CR ദാസും മോത്തിലാൽ നെഹ്റുവിനെയും പറ്റിയിട്ട്. സ്വരാജ് പാർട്ടി രൂപീകരിച്ച നേതാക്കന്മാരാണ് അവർ. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. നിയമനിർമ്മാണ സഭേനെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനായി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിച്ചത് സ്വരാജ് പാർട്ടി. CR ദാസും മോത്തിലാൽ നെഹ്റുവും 1923 ജനുവരി 1 സ്ഥാപിച്ചു. നിസ്സഹകരണ സമരത്തിലെ നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനോട് വിയോജിപ്പ് കാണിച്ച നേതാക്കന്മാരായിരുന്നു CR ദാസും മോത്തിലാൽ നെഹ്റു. അതിനെതിരെയാണ് അവർ സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്. അങ്ങനെ
തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിയിട്ടാണ് സർക്കാരിനെ അവർ വിമർശിച്ചത്. സർക്കാരിൻ്റെ ജനവിരോധ നയങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ചെറിയൊരു ബോക്സ് ഉണ്ട്. നൂറ്റാണ്ട് തികയുന്ന കൂടിക്കാഴ്ച. അത് ആരൊക്കെയാണ്? ഗാന്ധിജിയുണ്ട്, നമ്മുടെ ശ്രീനാരായണ ഗുരു ഉണ്ട്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും 1925 മാർച്ച് 12 വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ചിട്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ രണ്ട് മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ചയ്ക്ക് 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞു. അപ്പോൾ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും 1925 മാർച്ച് 12 കണ്ടുമുട്ടിയത് ശിവഗിരിയിലെ വർക്കല മഠത്തിൻ്റെ അടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ചിട്ടായിരുന്നു കൂടിക്കാഴ്ച. 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞു. തുടരുന്ന ജനകീയ സമരങ്ങൾ. ചൗരി സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചെങ്കിലും ജനങ്ങളിൽ അത് സൃഷ്ടിച്ച ആവേശം അവസാനിച്ചില്ല. തുടർന്നുള്ള വർഷങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി. ആന്ധ്രയിലെ ഗോത്രജനതയുടെ സമരം ഇതിനുദാഹരണം. സമരമാണ് അതിനുദാഹരണം. അല്ലൂരി സീതാരാമരാജുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു റാംപ ലഹളം എന്ന പേരിൽ അറിയപ്പെട്ട ഈ സമരം. അപ്പോൾ റാംപ ലഹളം പുതിയതാണത്. റാംപ ലഹളം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിട്ടുള്ളത്? റാംപ ലഹള അല്ലൂരി സീതാരാമരാജു. എവിടെയായിരുന്നു? ആന്ധ്ര. ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണമായിരുന്നു സമരത്തിനെ പ്രേരിപ്പിച്ചല്ല. റാംപ ലഹളയുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശം തടഞ്ഞു. കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവും അതാണ് സമരത്തിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ. അപ്പോൾ ആന്ധ്രയിൽ നടന്നിട്ടുള്ളതാണ് റാംപ ലഹള. നേതൃത്വം കൊടുത്ത അല്ലൂരി സീതാരാമരാജു. അതിന് കാരണം കാലിമേയ്ക്കാനുള്ള അവകാശം തടഞ്ഞു, കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം. ഇനി 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചാണ് സമരം അടിച്ചമർത്തിയത്. അല്ലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസും അസം റൈഫിൾസും സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്തി. സമരത്തിൻ്റെ ഇടയിൽ അല്ലൂരി സീതാരാമരാജു കൊല്ലപ്പെട്ടു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടതും ഇക്കാലത്തായിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വച്ച ലക്ഷ്യം. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു. ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു. അടുത്തതാണ് സൈമൺ ഗോ ബാക്ക്. സൈമൺ തിരിച്ചു പോവുക. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനായിരുന്നു ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ. ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശം നൽകാൻ വേണ്ടി ബ്രിട്ടീഷ് നിയമിച്ചിട്ടുള്ള കമ്മീഷൻ ജോൺ സൈമൺ കമ്മീഷൻ. കമ്മീഷനിൽ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. കമ്മീഷനിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവർ മുഴുവനും ബ്രിട്ടീഷുകാരായിരുന്നു. ഇക്കാരണത്താൽ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു. അപ്പോൾ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ നിന്ന പാർട്ടികളാണ് കോൺഗ്രസും മറ്റു ചില രാഷ്ട്രീയ പാർട്ടിയും. കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം 1928 ഫെബ്രുവരി 3. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928 ഫെബ്രുവരി 3. രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചു. സൈമൺ തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി. ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തിചാർജിൽ പരിക്കേറ്റ് ലാലാ ലജ്പത് റായി പിന്നീട് മരണപ്പെട്ടു. അപ്പോൾ സൈമൺ ഗോ ബാക്ക് ഇടയിലായിരുന്നു ലാലാ ലജ്പത് റായി മരിക്കുന്നത്. ലാഹോറിൽ സമരത്തിൽ പരിക്കേറ്റതാണ്, പിന്നീട് മരിച്ചു. 1928 ഫെബ്രുവരി 3 കമ്മീഷൻ ഇന്ത്യയിലെത്തുന്നത്. അന്ന് രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചു. എന്തിനാണ്? ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിയമിച്ചിട്ടുള്ള കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. അതിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവർ മുഴുവൻ ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസും മറ്റു ചില പാർട്ടികളും സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചു. 28 ഫെബ്രുവരി 3 അവർ ഇന്ത്യയിലെത്തി. അന്ന് തന്നെ ഇന്ത്യയിൽ സമരമായിരുന്നു. ലാഹോറിൽ നടന്നിട്ടുള്ള ഒരു സമരത്തിൽ പരിക്കേറ്റിട്ട് ലാലാ ലജ്പത് റായി മരണപ്പെട്ടു.
കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂനെയിലെ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഈ റിപ്പോർട്ട് സ്വാധീനം ചെലുത്തി. അപ്പോൾ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് മോത്തിലാൽ നെഹ്റു ആണ്. പൂനെയിലെ വിവിധ പാർട്ടികൾ യോഗം ചേർന്നിട്ടാണ് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ബർദോളിയിലെ കർഷക മുന്നേറ്റം. 1928 ഗുജറാത്തിലെ ബർദോളിയിൽ വലിയൊരു കർഷക സമരത്തിന് വേദിയായി. അപ്പോൾ ബർദോളി എവിടെയാണുള്ളത്? ഗുജറാത്തിലാണ്. എന്നായിരുന്നു ബർദോളി സത്യാഗ്രഹം? 1928 വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരം. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് വല്ലഭായ് പട്ടേൽ. അബ്ബാസ് തിയാബ്ജി, വിത്തൽഭായ് പട്ടേൽ അവരും സമരത്തിലുണ്ടായിരുന്നു. അബ്ബാസ് തിയാബ്ജി, വിത്തൽഭായ് പട്ടേലും സമരത്തിലുണ്ടായിരുന്നു. 1928 ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്. കർഷക സമരമായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലാണ് നേതൃത്വം കൊടുത്തത്. അബ്ബാസ് തിയാബ്ജിയും വിത്തൽഭായ് പട്ടേലും സമരത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. നികുതി വർധനവായിരുന്നു സമരത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? നികുതി വർധനവ്. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചിട്ടാണ് അവർ സമരം ആരംഭിക്കുന്നത്. കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകി. അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. അങ്ങനെ സമരം വിജയം നേടി. നല്ലൊരു ബുദ്ധിയായിരുന്നു അല്ലേ? നിങ്ങൾ വണ്ടികളും ഉപകരണങ്ങളും അയച്ച് പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അവർ പിടിച്ചു കൊണ്ടുപോയില്ലല്ലോ. 1928 അപ്പോൾ ബർദോളി സത്യാഗ്രഹം 1928 ഗുജറാത്തിൽ നടന്നു. കർഷക സമരമായിരുന്നു. വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വം. അബ്ബാസ് തിയാബ്ജിയും വിത്തൽഭായ് പട്ടേലും ഉണ്ടായിരുന്നു. നികുതി വർധനവായിരുന്നു പ്രധാന കാരണം. പിന്നെ ഗാന്ധിജി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ കൊടുത്തു. അങ്ങനെ അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. അങ്ങനെ ബർദോളി സത്യാഗ്രഹം വിജയിച്ചു. ഇനിയാണ് PSCക്ക് ഇഷ്ടപ്പെട്ട ലാഹോർ സമ്മേളനം വരുന്നത്. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റും ആണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണത്. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റും ആണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥയിലും വിശ്വാസമില്ല. അങ്ങനെ പറഞ്ഞത് നെഹ്റു. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ടും സുപ്രധാനമാണ്. അതുപോലെ PSCയുടെ ചരിത്രത്തിലും ലാഹോർ സമരം സുപ്രധാനമാണ്. കാരണം മിക്ക പരീക്ഷയിലും സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്, ഏത് വർഷമാണ് നടന്നിട്ടുള്ളത് ചോദിക്കും. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ഇനി ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ആയിരുന്നു കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ഇതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജീനെ ചുമതലപ്പെടുത്തി. അപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് ഒക്കെ പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനമാണ് 1929 നടന്നത്. ഇതിനായിട്ട് ബഹുജന സമരം ആരംഭിക്കാൻ വേണ്ടി ഗാന്ധിജീനെയാണ് ചുമതലപ്പെടുത്തിയത്. ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജീനെ ചുമതലപ്പെടുത്തി. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. അതൊക്കെ 1929 ലാഹോർ സമ്മേളനത്തിൽ. പിന്നെ 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായിട്ട് അവർ ആചരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യദിനാഘോഷം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം 1930 ജനുവരി 26 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചു. എന്നാണ് 30 ജനുവരി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനം, ഹിന്ദു മുസ്ലിം ഐക്യ പ്രചാരണം എന്നിവയും ഇതിൻ്റെ ഭാഗമായി. അപ്പോൾ 30 സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനം, ഹിന്ദു മുസ്ലിം ഐക്യ പ്രചാരണം. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തിരഞ്ഞെടുത്തത് ഇതുകൊണ്ടാണ്.
ഇനിയാണ് ദണ്ഡിയിലെ കടലിരമ്പം. ഉപ്പ് സത്യാഗ്രഹമാണ്. ദണ്ഡി എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഉപ്പ് സത്യാഗ്രഹമാണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബഹുജന സമരം. അതാണ് ഉപ്പ് സത്യാഗ്രഹം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യമായി ഒരു ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. നമ്മൾ പറഞ്ഞല്ലോ. സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. അപ്പോൾ ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു ആ സമയത്തെ വൈസ്രോയി. ഒരു കത്ത് കൊടുത്തു. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. സമരത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പങ്കാളികളാക്കുക, അത് ഗാന്ധിജിയുടെ ലക്ഷ്യമാണ്. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ വേണ്ടിയിട്ട് ഗാന്ധിജി തീരുമാനിച്ചു. ഉപ്പ് നിയമം ലംഘിച്ച് നിയമലംഘന സമരം തുടങ്ങി. ഗുജറാത്തിലെ ദണ്ഡി കടിപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. അപ്പോൾ ഉപ്പ് നിയമം ലംഘിക്കാൻ തീരുമാനിച്ചത് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ സബർമതിയിൽ നിന്നിട്ടും ദണ്ഡി കടപ്പുറത്തേക്ക് 78 പേര് പദയാത്ര നടത്തി. 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തി. യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും തിങ്ങിക്കൂടിയവരോട് ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയതിനെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു. എന്തൊക്കെയായിരുന്നു സൈഡിൽ നിന്ന ആൾക്കാരോട് പറഞ്ഞത്? ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം, അതൊക്കെ ഉദ്ബോധിപ്പിച്ചു. 30 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു എന്നാണ് 30 ഏപ്രിൽ 6. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. അപ്പോൾ എന്താണ് ഇർവിൻ പ്രഭു സമരം ആരംഭിക്കുന്നതിന് മുൻപ് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ഗാന്ധിജി കത്ത് കൊടുത്തു. അതിൽ നിയമലംഘന സമരത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ ഗാന്ധിജി ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് നിയമം ലംഘിച്ചിട്ടാണ് നിയമലംഘന സമരം തുടങ്ങുന്നത്. അതിനുവേണ്ടി ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. എന്നിട്ട് സബർമതിയിൽ നിന്നിട്ടും ദണ്ഡിയിലേക്ക് ഒരു 24 ദിവസം നീണ്ടു നിന്ന യാത്ര ആയിരുന്നു അത്. 78 പേരാണ് ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്നത്. ഈ യാത്രയുടെ പാതയ്ക്ക് ഇരുവശത്തും തിങ്ങിച്ചേർന്നവരോട് ഖാദി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത, ശുചിത്വബോധം, സാമുദായിക സൗഹാർദ്ദം അതിനൊക്കെ കുറിച്ച് പറഞ്ഞു. 1930 ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഉപ്പ് നിർമ്മാണം സർക്കാരിൻ്റെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു. ഈ നിയമം ലംഘിക്കാനായിരുന്നു ഗാന്ധിജി. അപ്പോൾ ഉപ്പ് നിർമ്മിക്കുക എന്നുള്ളത് സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. ഇത് സ്വകാര്യ വ്യക്തികൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ വിധിച്ചിരുന്നു. അപ്പോൾ അത് ലംഘിക്കാനായിരുന്നു ഗാന്ധിജി തീരുമാനിച്ചത്. പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം ഒരുപോലെ അത്യന്താപേക്ഷിതമായിരുന്ന വസ്തുവായിരുന്നു ഉപ്പ്. കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിൻ്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക എന്നായിരുന്നു. അപ്പോൾ എന്തിനാണ് ഗാന്ധിജി നിന്ദ്യമായ കുത്തക എന്ന് വിശേഷിപ്പിച്ചത്? സർക്കാരിൻ്റെ ഉപ്പിൻ്റെ മുകളിലുള്ള കുത്തകയാണ്. ആരാണ് നിന്ദ്യമായ കുത്തക എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി. എന്തിനാണ് നിന്ദ്യമായ കുത്തക എന്ന് വിശേഷിപ്പിച്ചത്? ഉപ്പിൻ്റെ മേലുള്ള സർക്കാരിൻ്റെ കുത്തകയാണ്. ഇതൊക്കെ പുതിയ ചോദ്യങ്ങളാണ്. ഇനിയാണ് ധരാസേനയിലെ പോരാട്ടം. 1930 മെയ് 21 2000-ലധികം പേരടങ്ങിയ ഒരു സംഘം സമരക്കാർ ഗുജറാത്തിലെ ധരാസേന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തി എന്നാണ് 1930 മെയ് 21.
ഗുജറാത്തിലാണ് ധരാസേന ഉള്ളത്. അവിടെ ഉപ്പുനിയമം ലംഘിക്കാൻ വേണ്ടി എത്തി. അവർ അടുത്തെത്തിയതോടെ പോലീസ് സേന പാഞ്ഞെടുത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തി ഉപയോഗിച്ചിട്ട് സമരക്കാർ നിലത്ത് വീഴുന്നത് വരെ മർദ്ദിച്ചു. പരിക്കേറ്റവരെ സമരക്കാർ എടുത്തു കൊണ്ടുപോകുമ്പോഴേക്കും പുതിയ സംഘം മുന്നോട്ട് വന്നു. പോലീസ് അവരെയും തല്ലിച്ചതച്ചു. അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം മുന്നോട്ട് വന്നു. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ 320ഉം മരിച്ചവർ 2ഉം ആയിരുന്നു. അമേരിക്കൻ പത്രപ്രവർത്തകനും സമരത്തിന് ദൃക്സാക്ഷിയുമായിരുന്ന വെബ് മില്ലർ. അപ്പോൾ അമേരിക്കൻ പത്രപ്രവർത്തകൻ, സമരത്തിന് ദൃക്സാക്ഷിയായ ആളാണ് വെബ് മില്ലർ. ആൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്: 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസേനയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? വെബ് മില്ലറാണ്. അമേരിക്കൻ പത്രപ്രവർത്തകനായ വെബ് മില്ലറാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് മരണം ബിപിൻ ചന്ദ്രപാലിൻ്റെ ബുക്കിലാണ്. നിയമലംഘന സമരകാലത്ത് സരോജിനി നായിഡു, ഇമാം സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ധരാസേന ഉപനിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ സമരത്തിൻ്റെ വിഷയം. അപ്പോൾ ധരാസേനയിൽ ഉപനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് സരോജിനി നായിഡു, ഇമാം സാഹിബ് അവരാണ് ധരാസേനയിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. 1930 മെയ് 21 ധരാസേനയിൽ നിയമലംഘനം നടന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നിസ്സഹകരണ സമരത്തേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം നിയമലംഘന സമരത്തിനുണ്ടായിരുന്നു. നിസ്സഹകരണത്തോടൊപ്പം നിയമലംഘനവും നടത്തിക്കൊണ്ടാണ് സമരം പുരോഗമിച്ചത്. ഇനി വടക്ക് പടിഞ്ഞാറേ ഇന്ത്യ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു അവിടെ സമരത്തിന് നേതൃത്വം. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിയമലംഘനത്തിന് നേതൃത്വം കൊടുത്തത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ ഖുദായ് ഖിദ്മത്ഗാർ എന്നൊരു സന്നദ്ധ സേന പ്രവർത്തിച്ചിരുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അത് ഒരു PYQ ആണ്. അതുപോലെ ആൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഖുദായ് ഖിദ്മത്ഗർ. അത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഈ സമരത്തിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം അതും നമുക്ക് പറയാം. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്ത നിയമലംഘനത്തിന് നേതൃത്വം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഖുദായ് ഖിദ്മത്ഗാർ എന്നുള്ള സംഘടന സ്ഥാപിച്ചിട്ടുള്ളത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇനി ഈ നിയമലംഘനത്തിൽ കർഷകരും തൊഴിലാളികളും ഗോത്രജനതയും സ്ത്രീകളും കച്ചവടക്കാരും വ്യവസായികളൊക്കെ എങ്ങനെ പങ്കെടുത്തതെന്ന് നോക്കാം. കർഷകർ സർക്കാരിന് നികുതി നൽകാതെയും ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെയും സമരത്തിൽ പങ്കാളികളായി. സർക്കാരിന് നികുതിയും കൊടുത്തില്ല, ജന്മിമാർക്ക് പാട്ടത്തുകയും കൊടുത്തില്ല. അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ച കർഷകർ എന്നിട്ട് ചെയ്തത് ചണത്തിന് പകരം നെല്ലും പരുത്തിയൊക്കെ കൃഷി ചെയ്യുകയായിരുന്നു. ഇനി ഇവിടെ തൊഴിലാളികൾ റെയിൽവേ, തുറമുഖം, ഖനി എന്നിവയിൽ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഷോലാപൂരിൽ തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. റെയിൽവേ, തുറമുഖം, ഖനി അവിടുത്തെ തൊഴിലാളികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഷോലാപൂർ മഹാരാഷ്ട്ര, അവിടുത്തെ തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ തൊഴിലാളികൾ എങ്ങനെയാണ് പണി മുടക്കിയിട്ടാണ് സമരത്തിൽ പങ്കെടുത്തത്. ഇനി ഗോത്രജനത, അവർ വന നിയമങ്ങൾ ലംഘിച്ച് കാടുകളിലേക്ക് കയറി വിഭവങ്ങൾ ശേഖരിച്ചു. നേരത്തെ പറഞ്ഞിടത്തും ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ സ്ത്രീകൾ ഉപ്പുനിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യുക തുടങ്ങിയ സമര പരിപാടികളിൽ പങ്കെടുത്തു. ഉപ്പുനിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യുക, അങ്ങനത്തെ സമരങ്ങളിലാണ് പങ്കെടുത്തത്. നമ്മൾ നേരത്തെ പഠിക്കുന്ന സ്ത്രീകൾ വിദേശ വസ്തുക്കൾ ബഹിഷ്കരണം, വിദേശ വസ്തുക്കൾ എടുത്ത് കത്തിക്കലും സ്ത്രീകളുടെ പരിപാടിയായിരുന്നു. ഇനി ഇവിടുത്തെ കച്ചവടക്കാരും വ്യവസായികളും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും തയ്യാറായില്ല. ഇതാണ് കച്ചവടക്കാരും വ്യവസായികളും ചെയ്തത്. ഇനി അടുത്തതാണ് റാണി ഗൈഡിൻലിയു. നിയമലംഘന സമരക്കാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിത
പോരാളിയായിരുന്നു റാണി ഗൈഡിൻലു. അപ്പോൾ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് റാണി ഗൈഡിൻലു. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലായ അവർ യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞു. ജയിലിൽ അവരെ സന്ദർശിച്ച ജവഹർലാൽ നെഹ്റു ഇങ്ങനെ എഴുതി: ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമാണ് റാണി ഗൈഡിൻലു ജയിൽ മോചിതനായത്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിൻലിയുവിനെയാണ്. നമ്മൾ തുടക്കത്തിലേക്കൊന്ന് പോവാം. നമ്മൾ ആദ്യം എടുത്ത കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് വരാം. മഹത്തായ വിചാരണ അത് 1922 മാർച്ച് 18 നടന്നു. എന്തിൻ്റെ വിചാരണയായിരുന്നു? ചൗരി ചൗരാനിക്ക് ശേഷം ഗാന്ധിജീനെ വിചാരണ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഈ മഹത്തായ വിചാരണ പറയുന്നത്. CN ബ്രൂംഫീൽഡ് ആയിരുന്നു അന്നത്തെ ജഡ്ജി. പിന്നെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ 20 വർഷമാണ് ഉണ്ടായിരുന്നത്. ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരനായിട്ടുള്ള ദാദാ അബ്ദുള്ള ജാവേരിയുടെ നിയമസഹായിയായിട്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ഏഷ്യക്കാർക്കും കറുത്ത വർഗ്ഗക്കാർക്കും എതിരെ നടന്നിട്ടുള്ള വംശീയ വിവേചനങ്ങൾക്ക് ഗാന്ധിജി അവിടെ നേതൃത്വം കൊടുത്തു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയാണ്. 1915 ജനുവരി 9 തിരിച്ച് ഇന്ത്യയിലെത്തി. ജനുവരി 9 ഇന്ത്യയിലെ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നു. പിന്നെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ ഉള്ളത് ബീഹാറിലാണ്. നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് ആളിടപെട്ടത്. പിന്നെ 18 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമില്ല് തൊഴിലാളികളുടെ സമരത്തിൽ പങ്കാളി. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ഈ 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന തുണിമില്ല് തൊഴിലാളികളുടെ സത്യാഗ്രഹമാണ്. വേതന വർധനവ് ആവശ്യപ്പെട്ടിട്ടായിരുന്നു സത്യാഗ്രഹം നടന്നത്. പിന്നെ നടന്നത് 18 തന്നെ ഗുജറാത്തിലെ ഗേദയിലാണ്. അത് കർഷകർക്ക് വേണ്ടിയിട്ടാണ്. നികുതി ഇളവ് ആവശ്യപ്പെട്ടിട്ട് നടന്നിട്ടുള്ളതാണ്. പിന്നെ 1-ാം ലോകയുദ്ധവും ഇന്ത്യയും. 1914 മുതൽ 18 വരെയാണ് 1-ാം ലോകയുദ്ധം നടന്നിട്ടുള്ളത്. യുദ്ധത്തിൽ ഇന്ത്യയിലേക്ക് പ്രത്യാഘാതങ്ങൾ സംഭവിച്ചിരുന്നു. ജനങ്ങളുടെ മേലെ അധികം നികുതി ചുമത്തി. ഭക്ഷ്യക്ഷാമം വന്നു. ഭക്ഷ്യക്ഷാമം കാരണം കുറേ പേര് മരിച്ചു. പിന്നെയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യസമരം ശക്തിപ്പെടുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവരികയാണ്, റൗലറ്റ് ആക്ട് 1919. ആ നിയമം പ്രകാരം വാറൻ്റ് ഇല്ലാണ്ട് ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാണ്ട് ആരെയും ജയിലടയ്ക്കാം. അങ്ങനെയായിരുന്നു. ഇതിനെതിരെ 19 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു സമരം, ദേശീയ ഹർത്താൽ ആഹ്വാനം ചെയ്തു. അതിൽ കുറേ ജനങ്ങൾ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ വിസ്മയാവഹമായ കാഴ്ച എന്നാണ് അതിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. സത്യാഗ്രഹ സഭയും രൂപീകരിച്ചു. പിന്നെ പഞ്ചാബ്, ലാഹോർ അവിടെയൊക്കെ സമരം ശക്തിപ്പെട്ടു. ലാഹോറിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള സൈഫുദ്ദീൻ കിച്ചുബലിനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്തു. അതിനെ പ്രതിഷേധിച്ച് സമരക്കാർ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒരു മൈതാനത്ത് കൂടി. 1919 ഏപ്രിൽ 13 അതിനെതിരെ ജനറൽ റെജിനാൾഡ് ഡയർ ഒരു ഉത്തരവിറക്കിയത് പ്രകാരം വെടിവയ്പ് നടന്നു. അങ്ങനെ കുറേ പേര് കൊല്ലപ്പെട്ടു. അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. 1919 ഏപ്രിൽ 13 കൂട്ടക്കൊല നടന്നത്. പിന്നെ ഹണ്ടർ കമ്മീഷൻ, ജാലിയൻ വാലാബാഗിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വന്നിട്ടുള്ള കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. പിന്നെ ഖിലാഫത്ത് സമരം, അത് മുഹമ്മദ് അലി ഷൗക്കത്ത് അലിയാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഖിലാഫത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1-ാം ലോകയുദ്ധം ജയിച്ചിട്ടുള്ള ടീമുകൾ പരാജയപ്പെട്ട തുർക്കിയുമായിട്ട് സെർവ സന്ധി ഒപ്പുവെച്ചു. അത് പ്രകാരം ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതാക്കി. ഖലീഫയുടെ അധികാരം പുനഃസ്ഥാപിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഖിലാഫത്ത് സമരം വന്നത് തന്നെ. പിന്നെ നിസ്സഹകരണ സമരമായി. കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഖിലാഫത്ത് കമ്മിറ്റിയും കൂടെ ഒരുമിച്ചിട്ടാണ് നിസ്സഹകരണ സമരം ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ രീതി ബ്രിട്ടീഷ് ഭരണം നൽകിയിട്ടുള്ള പദവികൾ ബഹിഷ്കരിക്കുക, തിരിച്ചു കൊടുക്കുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതി ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ സ്കൂൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തു ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. പിന്നെ ഈ നിസ്സഹകരണ സമരത്തെ പറ്റി പറയുന്ന ഗാന്ധിജിയുടെ ബുക്കാണ് ഹിന്ദു സ്വരാജ്. 1909 പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ വരാൻ കാരണം ഇന്ത്യക്കാർ സഹകരിച്ചുകൊണ്ടാണ്. അപ്പോൾ നിസ്സഹകരിച്ച് കഴിഞ്ഞാൽ അവരുടെ ഭരണം അവസാനിക്കും എന്നാണ് ഹിന്ദു സ്വരാജിൽ പറയുന്നത്. പിന്നെ ഈ നിസ്സഹകരണ സമരത്തിൻ്റെ സന്ദേശമായിട്ട് ഗാന്ധിജിയും അലി സഹോദരന്മാരും ഇന്ത്യ മൊത്തം കറങ്ങിയിട്ടുണ്ട്. ഈ നിസ്സഹകരണ സമരത്തിൽ ആൾക്കാർ എങ്ങനെയാണ് പങ്കെടുത്തിട്ടുള്ളത്? സ്ത്രീകൾ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും വിദേശ തുണിത്തരങ്ങൾ കത്തിച്ചു. തൊഴിലാളികൾ
പണി മുടക്കിയിട്ട് പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സ്കൂളും കോളേജും ഒക്കെ ബഹിഷ്കരിച്ചിട്ട് ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്നു. ആ സമയത്ത് വന്നിട്ടുള്ളതാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ ഇസ്ലാമിയ. പിന്നെ ഗോത്രജനത വന നിയമങ്ങൾ ലംഘിച്ചു. കർഷകർ ചണത്തിന് പകരം പരുത്തിയും നെല്ലും കൃഷി ചെയ്തു. ആ സമയത്ത് ജവഹർലാൽ നെഹ്റു അവധ് കിസാൻ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള കാരണം ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കിയിട്ട് ബ്രിട്ടീഷ് ഉടമസ്ഥയിലുള്ള ചണമില്ലുകൾ പൂട്ടിക്കുക. പിന്നെ നെല്ല് കൃഷി ചെയ്യുക വഴി ഭക്ഷ്യക്ഷാമം തീർക്കുക. പരുത്തി കൃഷി ചെയ്യുക വഴി നെയ്ത്ത് ജോലിയും കിട്ടും, ഖാദി ഉപയോഗം വർദ്ധിക്കുകയും ചെയ്യും. പിന്നെ 1928 ഫെബ്രുവരി 5-നാണ് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ പോലീസ് സ്റ്റേഷൻ തീയിടുന്നത്. 22 പോലീസുകാരാണ് അതിൽ കൊല്ലപ്പെടുന്നത്. അങ്ങനെ അതിൽ അഹിംസയിൽ നിന്നും മാറിയത് കൊണ്ട് ഗാന്ധിജിക്ക് വിഷമമായിട്ട് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചതിനെ സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചു. അങ്ങനെ ഇതിൻ്റെ വിചാരണയാണ് മഹത്തായ വിചാരണ എന്ന് പറയുന്നത്. പിന്നെ ചിരാല പെരാല എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ്. അത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നികുതി ഭാരം കൂടും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സമരം നടന്നു. ആരുടെ നേതൃത്വത്തിൽ? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നു. പിന്നെ നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിച്ചതിന് വിയോജിപ്പുണ്ടായിരുന്ന 2 നേതാക്കന്മാരായിരുന്നു CR ദാസും മോത്തിലാൽ നെഹ്റുവും. 1923 ജനുവരി 1-ന് അവർ സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12-ന് ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ചിട്ടാണ്. 2025 മാർച്ച് 12-ന് അതിനൊരു നൂറ്റാണ്ട് തികഞ്ഞു. അടുത്തതാണ് പിന്നെ ആന്ധ്രയിലെ ഗോത്രജനതയുടെ റാംപാൽ ലഹള എന്ന് പറയുന്നത്. അതിന് നേതൃത്വം അല്ലൂരി സീതാരാമരാജു ആയിരുന്നു. അത് എന്തിനു നടന്നത്? കാലിമയ്ക്കാനുള്ള അവകാശം തടയപ്പെട്ടും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവും കാരണമാണ് റാംപാൽ ലഹള നടന്നത്. ആന്ധ്രാപ്രദേശിൽ മലബാർ സ്പെഷ്യൽ പോലീസും അസം റൈഫിൾസുമാണ് സമരം അടിച്ചമർത്തിയിട്ടുള്ളത്. സമരത്തിൽ അല്ലൂരി സീതാരാമരാജു കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈമൺ ഗോബാക്ക് എന്ന് പറയുന്നത് ഭരണഘടനാ പരിഷ്കാരങ്ങൾ നിർദ്ദേശം നൽകാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടം സ്ഥാപിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു സൈമൺ കമ്മീഷൻ. അതിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 7 പേരും വെള്ളക്കാരായിരുന്നു. അതിനെതിരെ നടന്നിട്ടുള്ള ഒരു ഇതായിരുന്നു സൈമൺ ഗോബാക്ക്. 28 ഫെബ്രുവരി 3-നാണ് അവർ ഇന്ത്യയിലെത്തിയിട്ടുള്ളത്. അന്ന് തന്നെ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തു. ലാഹോറിൽ സമരത്തിൻ്റെ ഇടയിൽ ലാലാ ലജ്പത് റായ് മരണപ്പെട്ടു. പിന്നെ മോത്തിലാൽ നെഹ്റു സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നത്. ബർദോളി സത്യാഗ്രഹം 1928 ഗുജറാത്തിലെ ബർദോളിയിൽ നടന്നു. സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം കൊടുത്തു. അബ്ബാസ് തിയാബ്ജിയും വിത്തൽഭായ് പട്ടേലും അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഞാനൊരു റിപ്പബ്ലിക്കൻ സോഷ്യലിസ്റ്റാണ്. എനിക്ക് രാജകുമാരി വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇന്ന് 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ ലാഹോർ സമ്മേളനത്തിൽ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. പിന്നെ ബഹുജന സമരം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബഹുജന സമരം ആരംഭിച്ചു. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. പിന്നെ 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് അന്നേ ലാഹോർ സമ്മേളന പ്രകാരം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ദണ്ഡിയിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ടാണ് ഉപ്പ് നിയമലംഘനം നടത്തിയിട്ടുള്ളത്. സബർമതി ടു ദണ്ഡി കടപ്പുറം 24 ദിവസത്തെ യാത്ര, 78 അനുയായികൾ കൂടി ഉണ്ടായിരുന്നു. 1930 ഏപ്രിൽ 6-ന് ദണ്ഡിയിലെത്തി. പിന്നെ എന്തുകൊണ്ടാണ് ഉപ്പ് സർക്കാരിൻ്റെ കുത്തകയായിരുന്നു. സ്വകാര്യ വ്യക്തികൾക്ക് നിർമ്മിക്കാനായിട്ട് അവകാശം ഉണ്ടായിരുന്നില്ല. ഇനി നിർമ്മിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ശിക്ഷ വിധിച്ചിരുന്നു. നിന്ദ്യമായ കുത്തക എന്നായിരുന്നു സർക്കാരിൻ്റെ ഉപ്പിനുള്ള കുത്തകയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ധരാസേനയിൽ നേതൃത്വം കൊടുത്തത് സരോജിനി നായിഡും ഇമാം സാഹിബുമാണ്. 30 മെയ് 21-ന് വെബ് മില്ലറാണ്. 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ധാരാളം ജനകീയ പ്രക്ഷോഭ ലഹളകളും കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രക്ഷോഭം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് വെബ് മില്ലർ, അമേരിക്കൻ പത്രപ്രവർത്തകൻ. പിന്നെ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് നേതൃത്വം കൊടുത്തത്. ഖുദായി ഖിദ്മത്ഗാർ എന്ന് പറയുന്ന സംഘടന അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ ഈ നിയമലംഘനത്തിൽ കർഷകർ പങ്കെടുത്തിട്ടുണ്ട്. അവർ സർക്കാരിന് നികുതി നൽകാണ്ടും ചെയ്മാർക്ക് പാട്ടത്തുക നൽകാണ്ടുമാണ് പങ്കെടുത്തത്. തൊഴിലാളികൾ പങ്കെടുത്തിരുന്നു. ഷോലാപ്പൂരിൽ അവർ നടത്തിയിട്ടുള്ളത്
ത്തിലാണ് കലാശിച്ചത്. പിന്നെ ഗോത്രജനത വന നിയമങ്ങൾ ലംഘിച്ചു. സ്ത്രീകൾ ഉപ്പ് നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യലൊക്കെയായിരുന്നു അവരുടെ മെയിൻ പരിപാടി. കച്ചവടക്കാരും വ്യവസായികളും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വാങ്ങാനും തയ്യാറായില്ല. റാണി ഗൈഡിൻലു, നാഗന്മാരുടെ റാണി, വടക്കിഴക്കൻ ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് റാണി ഗൈഡിൻലു, നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇനി അടുത്തതാണ് സന്ധി സംഭാഷണങ്ങൾ. പരിമിതമായ ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരും എന്ന് നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി. ഇതിനായി ചില കൂടിയാലോചനകൾ ലണ്ടനിൽ നടന്നു. എവിടെയാണ് നടന്നത്? ലണ്ടനിൽ നടന്നു. ഈ കൂടിയാലോചനകൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 1930 നടന്ന ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തു. വട്ടമേശ സമ്മേളനം ആദ്യം നടക്കുന്നത് 30 അതിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഈ പശ്ചാത്തലത്തിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ഗവൺമെൻറ് ശ്രമം ആരംഭിച്ചു. നിയമലംഘനം അവസാനിപ്പിച്ചു. രണ്ടാമത്തേൽ കോൺഗ്രസ് പങ്കെടുക്കാനും ഗവൺമെൻറ് ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടി. 31 മാർച്ച് 5 ഒപ്പുവെച്ചത്. 1931 മാർച്ച് 5. 30 ഒന്നാം വട്ടമേശ സമ്മേളനം, 31 രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് 31 മാർച്ച് 5 ഒപ്പുവെച്ചതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. അത് പ്രകാരം നിയമലംഘനം നിർത്തിവെച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനം നിഷ്ഫലമായി അവസാനിച്ചു. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിച്ചു. അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം 30, അതിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. രണ്ടാമത്തെ 31, അതിനു മുമ്പ് 31 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചു. അത് പ്രകാരം നിയമലംഘന സമരം നിർത്തിവെച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അത് നിഷ്ഫലമായിട്ടാണ് അവസാനിച്ചത്. പിന്നെ മൂന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് ബഹിഷ്കരിച്ചു. സായുധ വഴിയിലെ പോരാട്ടം സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന സമരരീതികൾക്കൊപ്പം വ്യത്യസ്തമായ മറ്റു മാർഗങ്ങളും പലരും സ്വീകരിച്ചു. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിന് പകരം ചിലർ വിപ്ലവത്തിൻ്റെ വഴി സ്വീകരിച്ചു. യുവാക്കളായിരുന്നു ഭൂരിഭാഗവും. അപ്പോൾ അഹിംസയ്ക്ക് പകരം വിപ്ലവം സ്വീകരിച്ചു യുവാക്കൾ. റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചതുമാണ് വിപ്ലവ പാതയിലേക്ക് നയിച്ചത്. എന്തൊക്കെയായിരുന്നു? റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും നിസ്സഹകരണ സമരം ഉപേക്ഷിച്ചതും. ഇതിനെ തുടർന്ന് 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടന രൂപം കൊണ്ടു. 24 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊള്ളുന്നത്. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടി ഉത്തർപ്രദേശിലെ കക്കൂരിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വിപ്ലവകാരികൾ ശ്രമിക്കുകയും ഏതാനും പേര് പിടിയിലാവുകയും ചെയ്തു. 24 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപവത്കരിച്ചു. ഇനി എന്താണ് കക്കൂരി സംഭവം? ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്താനായി 1925 ഓഗസ്റ്റ് 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കക്കൂരിയിൽ വെച്ച് 8 ഡൗൺ ട്രെയിൻ 8 ഡൗൺ തീവണ്ടി തടഞ്ഞ് റെയിൽവേയുടെ പണം കൈക്കലാക്കി. 8 ഡൗൺ തീവണ്ടി തടഞ്ഞിട്ട് റെയിൽവേയുടെ പണം കണക്കിലാക്കി എന്ന് 1925 ഓഗസ്റ്റ് 9. നിരവധി പേർ ഈ കേസിൽ അറസ്റ്റിലായി. രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുള്ള ഖാന്, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർക്ക് ഈ കേസിൽ വധശിക്ഷ. രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുള്ള ഖാന്, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് അവർക്ക് വധശിക്ഷ. 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തി. 17 പേർക്ക് തടവ് ശിക്ഷയും കിട്ടി. അപ്പോൾ 1925 ഓഗസ്റ്റ് 9 കക്കൂരി ട്രെയിൻ കവർച്ച നടന്നിട്ടുള്ളത്. ഇനി ഭഗത് സിംഗിൻ്റെ ആഹ്വാനം. 31 യുവരാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് ഇങ്ങനെ പറഞ്ഞു: ഫലത്തിൽ ഞാനൊരു ഭീകരവാദിയായാണ് പ്രവർത്തിച്ചത്, എന്നാൽ ഞാനൊരു ഭീകരവാദിയല്ല. എനിക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ ശക്തിയുമെടുത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനൊരു ഭീകരപ്രവർത്തകനല്ല. ഒരു പക്ഷേ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തുടക്കത്തിൽ കുറച്ച് നാൾ ഒഴിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നിട്ടില്ല. അത്തരം രീതികളിലൂടെ നമുക്കൊരു നേട്ടവും കൈവരിക്കാനില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മതവർഗീയത ദേശീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രത്തിനും നേരെ ഉയർത്തുന്ന അപകടത്തെപ്പറ്റിയും ഭഗത് സിംഗ് ബോധവാനായിരുന്നു. കോളനിവൽക്കരണം പോലെ തന്നെ അപകടമാണ് മതവർഗീയതയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അപ്പം ഞാനൊരു ഭീകരവാദിയല്ല. ഈ ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്.
കക്കോരി സംഭവത്തെ തുടർന്ന് കക്കോരി സംഭവം എന്നാണ് നടന്നത് 1925 ഓഗസ്റ്റ് 9. തുടർന്ന് തിരിച്ചടി നേരിട്ട വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായത് ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു. 28 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചു. 28 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ രൂപീകരിച്ചു. ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ നടത്തിയ 2 പ്രധാന പ്രവൃത്തി ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. ബോംബെറിഞ്ഞത് ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ, സാൻഡേഴ്സനെ വധിച്ചതും ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ. ഇതിനെ തുടർന്ന് പോലീസിൻ്റെ പിടിയിലായ ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നീ ധീരവിപ്ലവകാരിയുടെ വിവിധ കേസുകളിലെ വിചാരണയ്ക്ക് ശേഷം 31 മാർച്ച് 23 തൂക്കിലേറ്റി. 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് അവരെ തൂക്കിലേറ്റി. അത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. 31 മാർച്ച് 23 തൂക്കിലേറ്റിയ നേതാക്കളിൽ പെടാത്തതാര് എന്നൊരു ക്വസ്റ്റ്യൻ. ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ്. അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു. സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപുര കൊള്ളയടിച്ചത് ഭരണകൂടത്തെ ഞെട്ടിച്ചു. അപ്പോൾ ചിറ്റഗോങ്ങിലെ ആയുധപുര കൊള്ളയടിച്ചത് സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിൽ. വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു. പ്രീതി ലത വധേദാർ, കൽപ്പന ദത്ത്, ബീന ദാസ് എന്നിവർ പ്രധാനികൾ. പ്രീതി ലത വധേദാർ, കൽപ്പന ദത്ത്, ബീന ദാസ് ഇവരൊക്കെയാണ് പ്രധാനികൾ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു കോഡ് കിട്ടും. ദാറ്, ദത്ത്, ദാസ് എല്ലാത്തിലും ദായുണ്ട്. അങ്ങനെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1924 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 28 ആണ് രൂപീകരിച്ചിട്ടുള്ളത്. പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ചേർന്നായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP രൂപീകരിച്ചത്. ജയപ്രകാശ് നാരായൺ ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? ജയപ്രകാശ് നാരായൺ. മുതലാളിത്തത്തെയും ജന്മിത്വത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കുകയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. മുതലാളിത്തം, ജന്മിത്വം എതിർത്ത് സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കുക. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ജയപ്രകാശ് നാരായണനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. മുതലാളിത്തം, ജന്മിത്വം എതിർത്ത് സോഷ്യലിസ്റ്റ് സമൂഹം രൂപീകരിക്കുകയായിരുന്നു ലക്ഷ്യം. കമലാദേവി ചതോപാധ്യായ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കമലാദേവി ചതോപാധ്യായ സജീവമായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി ജയപ്രകാശ് നാരായണനായിരുന്നു ആദ്യത്തെ. കമലാദേവി ചതോപാധ്യായ അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വനിതയാണ്. CSPയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ച അവർ നിയമലംഘന സമരകാലത്തും ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അറസ്റ്റിലാകും ജയിലിൽ കഴിയുകയും ഉണ്ടായി. അപ്പോൾ CSPയുടെ അധ്യക്ഷ ആരായിരുന്നു? കമലാദേവി ചതോപാധ്യായ. ആദ്യത്തെ സെക്രട്ടറി ജയപ്രകാശ് നാരായൺ. 1944 മുംബൈയിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അവരിങ്ങനെ പറഞ്ഞു: സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല വനിതാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. സ്വന്തം കഴിവുകളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും വനിതകളിൽ അവബോധം സൃഷ്ടിക്കുക, മറ്റ് ലിംഗവിഭാഗങ്ങളിൽപ്പെട്ടവരോട് ആദരവുണ്ടാക്കിയെടുക്കുക എന്നിവയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ പോരാടിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് കമലാദേവി ചതോപാധ്യായാണ് 1944 മുംബൈയിൽ. ഞാനൊരു ഭീകരവാദിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഭഗത് സിംഗ് ആണ്. ഇനി കർഷക മുന്നേറ്റങ്ങൾ. സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ കർഷകരുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. അക്കാലത്ത് കർഷകർ നിരവധി പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് അമിതമായ നികുതി, ജന്മിമാരുടെ ചൂഷണം, കുടിയൊഴിപ്പിക്കൽ. കുടിയൊഴിപ്പിക്കൽ ഒക്കെ പ്രധാനപ്പെട്ടതായിരുന്നു. 1920-കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. അക്കാലത്ത് ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം. 1920-കളിൽ ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ അവധിൽ നടന്നിട്ടുള്ളത് കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. 36 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ച കർഷക പ്രസ്ഥാനം ചരിത്ര നായകക്കല്ല്. അപ്പോൾ അഖിലേന്ത്യാ കിസാൻ സഭ സ്ഥാപിച്ചത് 36.
ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. 1940-കളിൽ നടന്ന കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ച പ്രധാന ഘടകമായിരുന്നു. അപ്പോൾ 40-കളിലും കർഷക സമരങ്ങൾ നടന്നിട്ടുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ച പിൽക്കാല കർഷക സമരങ്ങൾ പ്രധാനപ്പെട്ടത് ബംഗാളിലെ തേബാഗ, ആന്ധ്രയിലെ തെലങ്കാന സമരം. അപ്പോൾ 20-കളിൽ കിസാൻ സഭ രൂപീകരിച്ചു. പിന്നെ 20-കളിൽ തന്നെ ഉത്തർപ്രദേശിലെ അവധിയിൽ നടന്നിട്ടുള്ള കർഷക മുന്നേറ്റം ഐക്യ പ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. 36-ൽ അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചു. 40-കളിൽ കർഷക സമരങ്ങൾ നടന്നു. പിന്നെ നടന്നിട്ടുള്ള പ്രധാന കർഷക സമരമാണ് ബംഗാളിലെ തേബാഗ, ആന്ധ്രയിലെ തെലങ്കാന. ഇനി തേബാഗ ചായ് എന്താണ്? തേബാഗ ചായ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 1946-47 കാലത്താണ് തേബാഗ സമരം നടന്നത്. ഭൂപ്രഭുക്കളായ അപ്പോൾ തേബാഗ സമരം നടന്നത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ്. 1946-47 നടന്നത്. ഭൂപ്രഭുക്കളായ ജോത്തേദാർമാർക്ക് എതിരെയായിരുന്നു നടന്നത്. വിളവ് രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. വിളവ് രണ്ടായി ഭാഗിച്ചിട്ട് ഒരു ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്ന രീതി. വിളവിനെ 3ആയി ഭാഗിക്കണമെന്നും 2 ഭാഗം തങ്ങൾക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷകർ നടത്തിയ സമരത്തിലെ മുദ്രാവാക്യമായിരുന്നു തേബാഗ ചായ്. 3ൽ 2 ഭാഗം ഞങ്ങൾക്ക് വേണം, വി വാണ്ട് 2/3 ഷെയർ എന്നത്. അപ്പോൾ തേബാഗ ചായ് എന്ന് പറയുന്നത് 3ൽ 2 ഭാഗം ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നത്. സംഘടിതരാവുന്ന തൊഴിലാളികൾ. ആധുനിക വ്യവസായശാലകൾ നിലവിൽ വന്നതോടെ ഒരു ആധുനിക തൊഴിലാളി വർഗം ഇന്ത്യയിൽ രൂപപ്പെട്ടു. തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങൾ ആയിരുന്നു കുറഞ്ഞ കൂലി, കൂടുതൽ ജോലി സമയം, സ്ത്രീ ബാല തൊഴിലാളികൾ നേരിട്ട ചൂഷണം തുടങ്ങിയവ. AITUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആയിരുന്നു ദേശീയാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന. അപ്പോൾ ദേശീയാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഏതാണ്? AITUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ. രണ്ടാം ലോക യുദ്ധാനന്തര കാലത്ത് നടന്ന റെയിൽവേ കമ്പിത്തപാൽ തൊഴിലാളികളുടെ പണിമുടക്ക് സമരം ഇന്ത്യനെ പിടിച്ചുകുലുക്കി. 1946-ൽ റോയൽ ഇന്ത്യൻ നേവിയിലെ കലാപത്തിന് പിന്തുണയുമായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷത്തിലാണ് അവസാനിച്ചത്. 1946-ൽ റോയൽ ഇന്ത്യൻ നേവിയിൽ ഒരു കലാപം നടന്നിട്ടുണ്ട്. അത് പണിമുടക്കിൽ അവസാനിച്ചു. ഇനി നാവിക കലാപം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യൻ നേവി എന്ന് പറയുന്നത്. 46 ഫെബ്രുവരിയിലാണ് നടന്നത്. 46 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തി. 46 ഫെബ്രുവരി 18-ന് മുംബൈയിലെ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം RIN കലാപം എന്നറിയപ്പെടുന്നുണ്ട്. RIN റോയൽ ഇന്ത്യൻ നേവി. അത് 1946 ഫെബ്രുവരി 18 തൽവാർ കപ്പലിലാണ് കലാപം നടന്നത്. കലാപകാരികൾ ബ്രിട്ടീഷ് പതാകകൾ അഴിച്ചിട്ട് മാറ്റി പകരം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പതാകയാണ് ഉയർത്തിയത്. മറ്റ് നാവിക കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ച കലാപത്തെ സൈനിക ശക്തി ഉപയോഗിച്ചിട്ടാണ് അടിച്ചമർത്തിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. രണ്ടാം ലോകയുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായി മാറി. ഇതിനായി സർ സ്റ്റഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തി. ആരാണ് ഇന്ത്യയിലെത്തിയത്? സ്റ്റഫോർഡ് ക്രിപ്സ്. എന്നാൽ ഇന്ത്യയിലെ നേതാക്കന്മാരെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കുന്നതിൽ സ്റ്റഫോർഡ് ക്രിപ്സ് പരാജയപ്പെട്ടു. ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന സമരത്തിന് തുടക്കമായി. അതേതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലെ അവസാന ബഹുജനം? ക്വിറ്റ് ഇന്ത്യ. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. നാം ഒന്നുകിൽ ഇന്ത്യനെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോടെ ബാക്കിയാവില്ല. ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഗാന്ധിജിയാണ്. ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിലെ ഭാഗമാണ് മുകളിൽ വായിച്ചത്. ഇതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. 42 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലായിട്ടും സമരം രാജ്യം മുഴുവൻ വ്യാപിച്ചു.
വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളും സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. പോസ്റ്റ് ഓഫീസുകൾ, കമ്പിത്തപാല ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ ആക്രമിക്കപ്പെട്ടു. ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, അരുണ ആസഫ് അലി, സുജേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. ഒളിവിൽ നിന്ന് സമരം നയിച്ചിട്ടുള്ള ആൾക്കാരാണ് ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, അരുണ ആസഫ് അലി, സുജേത കൃപലാനി. ബോംബെ നഗരത്തു നിന്നും രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ രഹസ്യ റേഡിയോ, കോൺഗ്രസ് റേഡിയോ ബോംബെ നഗരത്തിൽ നിന്നാണ് സംപ്രേഷണം ചെയ്തത്. സമരം പലയിടത്തും അക്രമത്തിലേക്ക് എത്തിയപ്പോഴും അക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ഭരണകൂടത്തിൻ്റെ അക്രമമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചതെന്നതായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. അക്രമത്തെ അപലപിക്കണമെന്ന സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി ജയിലിൽ 21 ദിവസം നിരാഹാരം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അന്തർദേശീയ പത്രങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ എല്ലാറ്റിനെയും അതിജീവിച്ച് ഗാന്ധിജി നിരാഹാര വ്രതം പൂർത്തിയാക്കി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്നും മോചിക്കപ്പെട്ടിരുന്നു. അവിടങ്ങളിൽ താൽക്കാലിക ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടു. ബല്ലിയ ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം. ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം. പിന്നെ സത്താറ, ഇവിടെ മഹാരാഷ്ട്ര, നാനാ പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ 45-ൽ ഒരു ഭരണകൂടം വന്നു. 45 വരെ നിലനിന്നു. മഹാരാഷ്ട്രയിലെ സത്താറയിൽ നാനാ പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം വന്നു. 45 വരെ നിലനിന്നു. പിന്നെ താംലൂക്ക്, ബംഗാളിലാണ് താംലൂക്ക് ഉള്ളത്. നിലവിൽ വന്ന ഭരണകൂടം 1 വർഷക്കാലം വരെ തുടർന്നു. വിദ്യാലയങ്ങൾക്ക് സഹായം നൽകിയും കോടതികൾ സ്ഥാപിച്ചും മിച്ചമുള്ള ധാന്യം ദരിദ്രർക്ക് നൽകിയും ഭരണകൂടം മികച്ച പ്രവർത്തനം കാഴ്ച. ബംഗാളിലാണ് താംലൂക്ക് ഉള്ളത്. വിദ്യാലയങ്ങൾക്ക് സഹായം, കോടതികൾ സ്ഥാപിച്ചു, മിച്ചമുള്ള ധാന്യം ദരിദ്രർക്ക് നൽകി, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. സ്വാതന്ത്ര്യം എന്നത് അടിയന്തര ലക്ഷ്യമാക്കി മാറ്റി എന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രാധാന്യം. അധികാര കൈമാറ്റം അനിവാര്യമായി. ഇനി ഡൽഹി ചലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജീനെ അഭിസംബോധന ചെയ്തിട്ടുള്ളതാണ് ഇത്. നോക്കാം. 1944 ജൂലൈ 6-ന് 1944 ജൂലൈ 6-ന് ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി തികച്ചും വേറിട്ട വഴി സ്വീകരിച്ച നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. 2 തവണ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി സുഭാഷ് ചന്ദ്രബോസ്. പിന്നീട് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് നിന്നും രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ 2 തവണ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. പിന്നീട് ഗാന്ധിജിയുടെ അഭിപ്രായ വ്യത്യാസം വന്നു, കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി. എന്നിട്ട് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചു. PYQ, ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചിട്ടുള്ള നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. 2ാം ലോക യുദ്ധകാലത്ത് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. INA പുനഃസംഘടിപ്പിച്ച അദ്ദേഹം ജപ്പാൻ പട്ടാളത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കനത്ത ചെറുത്തുനിൽപ്പിനെ മറികടക്കാൻ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞില്ല. ലക്ഷ്യം നേടുന്നതിൽ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കാൻ INAക്ക് കഴിഞ്ഞു. 2ാം ലോകയുദ്ധം അവസാനിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ പിടികൂടിയ INA ഭടന്മാരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്തു. കേണൽ പ്രേം സൈഗാൾ, കേണൽ GS ധില്ലൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയവരെ വിചാരണ ചെയ്യുന്നതിനെതിരെ, അപ്പോൾ ആരൊക്കെയാണ്? ധില്ലൻ, ഷാനവാസ് ഖാൻ, പ്രേം സൈഗാൾ, വിചാരണ ചെയ്യുന്ന വലിയ പ്രക്ഷോഭം രാജ്യം സാക്ഷിവെച്ചു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വിചാരണ വേളയിൽ കോടതിയിലെത്തി. ദേശദ്രോഹികളല്ല ദേശാഭിമാനികൾ എന്ന പേരിൽ ലഘുലേഖകൾ പ്രചരിക്കപ്പെട്ടു. ഇങ്ങനെയാണ് ദേശദ്രോഹികളല്ല ദേശാഭിമാനികൾ. യുദ്ധാനന്തര കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു INA ഭടന്മാരുടെ വിചാരണയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾ. ഇനി INAയും ഇതൊക്കെ ആരെ സ്ഥാപിച്ചതെന്നും പഠിക്കാം. ഇന്റർനാഷണൽ ആർമി INA
ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. അപ്പോൾ INAയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത് മോഹൻ സിംഗ്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. INAയുടെ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. റാണി ഝാൻസി റെജിമെൻ്റ് എന്ന പേരിൽ വനിതാ വിഭാഗം, റാണി ഝാൻസി റെജിമെൻ്റ് എന്ന പേരിൽ ഒരു വനിതാ വിഭാഗം ഉണ്ടായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയ മലയാളിയായ ക്യാപ്റ്റനാണ് ലക്ഷ്മി സൈഗാൾ. റാണി ഝാൻസി റെജിമെൻറ്റിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മലയാളി ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. INAയിലെ മറ്റൊരു മലയാളിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ പിടികൂടിയിട്ട് തൂക്കിലേറ്റി. സ്വാതന്ത്ര്യത്തിലേക്ക്. രണ്ടാം ലോകയുദ്ധവും മാറിയ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര വേഗത്തിലാക്കി. അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു ഇന്ത്യയിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തി. അപ്പോൾ ഈ സമയത്ത് വൈസ്രോയി വേവൽ പ്രഭു, നിയമലംഘനം നടക്കുമ്പോൾ ഇർവിൻ പ്രഭു ചർച്ചകൾ നടത്തി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ 45 ജൂൺ മാസത്തിൽ സിംലയിൽ യോഗം വിളിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടില്ല. അപ്പോൾ 45 ജൂണിൽ സിംല കോൺഫറൻസ് നടന്നു. സിംല സമ്മേളനത്തിന് ശേഷമുണ്ടായ മറ്റ് ചില സുപ്രധാന സംഭവങ്ങൾ നമുക്ക് പഠിക്കാം. ക്യാബിനറ്റ് മിഷൻ, മൗണ്ട് ബാറ്റൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അങ്ങനെയാണ് സിംല കോൺഫറൻസ് 45 ജൂണിൽ നടന്നു. അതിനുശേഷം ക്യാബിനറ്റ് മിഷൻ 46 മാർച്ച്, മൗണ്ട് ബാറ്റൻ പദ്ധതി 47 ജൂൺ 3, പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 47 ഓഗസ്റ്റ് 15. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷനാണ്. സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ അവരായിരുന്നു അംഗങ്ങൾ. അധികാര കൈമാറ്റം നടക്കുന്നത് വരെ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക, ഇന്ത്യക്കായി ഭരണഘടന തയ്യാറാക്കാനായിട്ട് ഒരു ഭരണ നിർമ്മാണ സമിതി രൂപീകരിക്കുക എന്നിവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. എന്നാണ് ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചത് 1946 സെപ്റ്റംബർ 2 ആണ് ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചിട്ടുള്ളത്. 46 മാർച്ചിന് ക്യാബിനറ്റ് മിഷൻ വന്നു. അധികാര കൈമാറ്റം നടക്കുന്നവരെ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക, ഇന്ത്യക്കായിട്ട് ഭരണഘടന തയ്യാറാക്കാനായിട്ട് ഒരു ഭരണ നിർമ്മാണ സമിതി രൂപീകരിക്കുക, ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക. അതൊക്കെയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. പിന്നെ മൗണ്ട് ബാറ്റൻ പദ്ധതി 1947 ജൂൺ 3. അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ച് സ്വാതന്ത്ര്യം കൈമാറാനായിട്ട് നിർദ്ദേശിച്ചു. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ് ഡിക്കി ബേർഡ് പദ്ധതി, ജൂൺ 3 പ്ലാൻ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 47 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം 47 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. അപ്പോൾ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.